അപ്പൊ ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ പുറത്തിറങ്ങിയപ്പോൾ കണ്ട് ഇതാണ്, നോക്കിയ ഫുള്ള് കോട ഇറങ്ങി അടിപൊളിയായിട്ടുണ്ട്. എന്നിട്ട് നേരെ അകത്ത് പോയി ചായയൊക്കെ കുടിച്ച് നിൽക്കുമ്പോഴേ പൊന്നു വന്നിട്ടുണ്ട്, ക്ലാസ് പോവാൻ നിൽക്കാണ്. തൊട്ട് പിന്നാലെ അതേ വിനു വന്നിട്ടുണ്ട്, അവൻ ഓഫീസിൽ പോവാണ്. അങ്ങനെ പിന്നെ 9:15 കഴിഞ്ഞപ്പോൾ ഞാനും മാറ്റി റെഡിയായി. ഞാൻ ഇന്ന് തിരിച്ചു പോവാണ്. എന്നിട്ട് നേരെ ഷൈമല്യമ്മയുടെ അടുത്ത് പോയി ഷൈമല്യമ്മയുടെ അടുത്തും സുഗല്യച്ചന്റെ അടുത്തും യാത്ര പറഞ്ഞ് ഇറങ്ങി. അപ്പൊ അതേ വല്യച്ചൻ റോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ വീടിന്റെ തൊട്ടുപുറത്ത് വേറൊരു വീട് വരുന്നുണ്ട്, അതിന്റെ പണിയൊക്കെ നോക്കിക്കാണ് ആള്. അങ്ങനെ പിന്നെ അമ്മമ്മേനോടും വല്യച്ചനോടൊക്കെ യാത്ര പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഒരാഴ്ചയായി ഞാൻ വന്നിട്ട് ചേട്ടന്റെ മോളുടെ നൂലുകെട്ടിന് വന്നാണ്. ഇവിടെ വന്നാൽ കുറച്ച് ദിവസം നിൽക്കണം, അതാണ് ഒരു ദിവസത്തെ പരിപാടിക്ക് വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. രാവിലെ തന്നെ നല്ല വെയിലാണ്. എന്തായാലും നടന്ന് 6 മൈലിലെത്തി. ഒരുപാട് നേരം കാത്തിക്കേണ്ടി വന്നു. അവസാനം ഒരു ബസ് വന്ന്, പക്ഷെ അത് നമുക്ക് പോകാനുള്ള ബസ്സല്ല, അത് വേറെ റൂട്ടിന് പോകുന്ന ബസ്സാണ്. പിന്നെ ഒരു 10-20 മിനിറ്റ് നിൽക്കേണ്ടി വന്നു. അപ്പോഴത്തേ നമുക്ക് പോകാനുള്ള ബസ് വന്ന്. ഞാൻ സ്ഥിരം പറയുന്ന പോലെ ഇവിടെ വന്നാൽ തിരിച്ചു പോകാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ തിരിച്ചു പോകാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ എന്തായാലും നമ്മൾ വൈത്തിരി വന്ന് ബസ് ഇറങ്ങി. ഇവിടുന്ന് കുറച്ചധികം നടക്കാണ്ട് മെയിൻ ബസ് സ്റ്റോപ്പിലേക്ക്. പിന്നെ ആക്ച്വലി ഞാൻ രാവിലെ 7:30 നേരിട്ടുള്ള ബസ്സിന് 6 മൈലിന് പോകണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. എന്തായാലും ബസ് സ്റ്റോപ്പ് വന്ന് കുറെ നേരം കാത്തുനിന്ന്. ആകെ ഒരു സൂപ്പർ ഫാസ്റ്റ് ആണ് വന്നത്. അവസാനം കുറെ കാത്തൊന്നും അടുത്തപ്പോ വന്നൊരു പ്രൈവറ്റിൽ കയറി. രാവിലെ സമയം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. വയനാടിനോട് യാത്രയും പറഞ്ഞ് പെട്ടെന്ന് തന്നെ ചുരം ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ബസ്സിലിരുന്ന് ആലോചിച്ചപ്പോഴാണെന്ന് മൊത്തത്തിലൊരു ലാഗ് പിടിച്ച ദിവസമാണ്. വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല. എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ ചുരം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ഫേമസ് ഒരു പള്ളിയാണ്, കൊടുങ്ങാക്കാട് മകാം എന്ന് പറയും. അങ്ങനെ എന്തായാലും ഈങ്ങാപ്പുഴ വന്ന് ബസ് ഇറങ്ങി. ഇവിടെ വന്നിറങ്ങിയപ്പോഴേ വെയിലാണ്. ഒന്നാമത് കുറച്ച് ദിവസം വയനാട്ടിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ഇവിടെ നല്ല ചൂട് തോന്നും. പിന്നെ വേറൊരു പരിപാടിക്ക് നിന്നില്ല, നേരെ ഒരു ഓട്ടോയും പിടിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ ഫൈനലി തിരിച്ച് വീടെത്തി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു സങ്കടം ഉണ്ടെങ്കിലും വീട്ടിലെത്തിയപ്പോൾ ഒരു ആശ്വാസം. അപ്പൊ എന്തായാലും അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ഗൈസ്.